ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്സ ഡൗവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിസ്സ ഡൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ തന്നെ വേണമെന്നില്ല, വെള്ളം ഉപയോഗിക്കാം. ചൂടുള്ള വെള്ളം, ഒന്നില്ലെങ്കിൽ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള പാൽ. ഇപ്പോൾ ഞാനിത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പാലാണ് 1/2 കപ്പ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം എടുക്കാം. ഇനി വേറൊരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുക്കുകയാണ്. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. ഇതിന് 2 കപ്പ് എടുക്കാം. അപ്പം ഞാനിങ്ങനെ വടിച്ചിട്ടൊന്നല്ല എടുത്തിക്കണത്, കറക്റ്റാക്കിയിട്ടല്ല എടുത്തിക്കണത്, നിറച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിടുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഫസ്റ്റ് ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഇതിലോട്ട് ചേർത്തെടുക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ മസ്റ്റായിട്ട് കറക്റ്റ് നമുക്ക് കടയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കണം. ഇതിന് പകരം വേറെ ഏതെങ്കിലും ചേർക്കാൻ പറ്റുമോ ചോദിച്ചാൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒലീവ് ഓയിൽ ചേർത്താലാണ് കറക്റ്റ് പിസ്സ ഡോയിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ, സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. അപ്പം ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. നമ്മുടെ ഈ ഈസ്റ്റ് ഇവിടെ കണ്ടോ 10 മിനിറ്റ് ആയപ്പോഴത്തേനും പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് റെഡിയാക്കിയപ്പോഴത്തേനും ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഈസ്റ്റ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ആദ്യം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ കുഴക്കുമ്പോൾ അഥവാ പാലിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇല്ല, നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവ് കുറവാണ്, ഇത് മാവ് ഒട്ടും ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പാലോ വെള്ളമോ ചേർക്കാം. ഇങ്ങനെ ബൗളിലിട്ടിട്ട് കുഴക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സാധാ നമ്മളെ ഒരു പരന്ന സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് പൊടി കുഴക്കുക അങ്ങനെ അവിടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ട്. കുറച്ച് പൊടി ഇട്ടിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇതുപോലെ കുഴച്ചെടുത്താലും മതി. നമ്മുടെ പിസ്സ ഡോ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ. ഇതുപോലെ കിട്ടണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ കുറച്ച് ഒലീവ് ഓയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒലീവ് ഓയിൽ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എല്ലായിടും ഒന്ന് കവറാവുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് വേണം ഇത് കവർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് മൂടി വെച്ചാലും മതി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് കൊണ്ട് ഇത് മൂടി വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 30 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്നുകൂടെ കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെക്കാം. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം.
10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ ഡോ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പം ഞാനിത് വെച്ചിട്ട് 2 പിസ്സയാണ് ഉണ്ടാക്കിയത്. സൂപ്പറായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക്